കട്ട് എന്നൊരു കമ്പനി അടച്ചുപൂട്ടുക, അടച്ചുപൂട്ടുക. ജനകീയ ഐക്യം സിന്ദാബാദ്. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി നേടിയെടുക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അതുവരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. ഇതിനകത്തേക്ക് മാലിന്യം കൊണ്ടുവരാനോ ഇതിനകത്തുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാനോ ഒരു നിലക്കും അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് ഈ നാട്ടുകാരുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ കൂടെ MLA എന്ന നിലക്ക് ഞാനും നിലയുറക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്തിമമായ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട്. ഹലോ, MLAയുടെ ഇടപെടൽ മൂലം ഈ ഫ്രഷ് കട്ട് എന്ന ഓർഗാനിക് കമ്പനി, നാട്ടക്കമ്പനി സ്ഥിതി ചെയ്യുന്ന കട്ടിപ്പാറ പഞ്ചായത്തിലേക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള ഉത്തരവ് അയച്ച അതേ സമയത്ത് തന്നെ അവർ കോടതിയിൽ പോയി അതിന് സ്റ്റേ ഓർഡർ വാങ്ങി. ആ കൊടുത്ത അതേ MLA തന്നെ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ഫ്രഷ് കട്ടിന് മുമ്പിൽ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ സമരം തുടങ്ങിയിരിക്കുകയാണ്. ആ കമ്പനി അടച്ചു പൂട്ടുന്നതുവരെ സമരം എന്നുള്ള രീതിയിലാണ് സമരം വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. ആ പ്രദേശവാസികളായ മുഴുവൻ ജനങ്ങളും അതിൽ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ കൊടുവള്ളി നിയോജക മണ്ഡലം MLA PK ഫിറോസ്, തിരുവമ്പാടി നിയോജക മണ്ഡലം MLA VK കാസിം, ഇവരൊക്കെ അതിനകത്ത് വന്നെന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ വിജയം കാണുന്നവരെ സമരം എന്നാണ് പറഞ്ഞത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നിങ്ങളെ കഴിയുന്ന രീതിയിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഇത് വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. 4000-ഓളം വരുന്ന ഒരു കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ജീവൻ എന്ന് പറയുന്നത് വായുവാണ്, അത് മലിനമായി കിടക്കുകയാണ്. മറ്റൊന്ന് വെള്ളമാണ്, അതും മലിനമായി കിടക്കുകയാണ്. ഈ രണ്ട് സംഗതികളും അവർ ധാർഷ്ട്യത്തോടു കൂടി എല്ലാ നിയമലംഘനങ്ങളുടെ സീമകൾ ലംഘിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 വർഷത്തോളമായി തുടർന്ന് പോരാട്ടം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്താണെന്ന് വെച്ചാൽ ജനപ്രതിനിധികൾ തന്നെ നേരിട്ട് വന്നുകൊണ്ട് സമരത്തിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് സമരം നയിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുക. ഏത് രീതിയിലാണ് ഷെയർ ചെയ്തിട്ടാണെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള അധികാരികൾ മുമ്പിൽ എത്തിക്കാനുള്ള എല്ലാ സഹായങ്ങളും